ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അംബ്രല മെഷീൻ അതേപോലെ തന്നെ സിംഗിൾ മെഷീൻ്റെ ഒക്കെ ഷട്ടിൽ എങ്ങനെ അയച്ചെടുത്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഷട്ടിൽ അയച്ചിട്ട് അതിൻ്റെ മേലത്തെ ഇതേപോലത്തെ ഈ സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷട്ടിലിൻ്റെ ഹുക്ക് നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ കഴിയുമേ. ഊരിയെടുത്തതിന് ശേഷം നമ്മളിത് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓരോരോ പാർട്സായിട്ട് ഇതുപോലെ പതുക്കെ ഊരിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ നമ്മളിതെന്താ ക്ലീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലവരൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ പറഞ്ഞാൽ മാസത്തിൽ ഒരു വട്ടമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഓയിൽ ഇതിൽ പിന്നെ കുറേ കാലം പൊടിയൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ അത് ഇങ്ങനെ സ്മൂത്ത് ആവാതെ ഇതേപോലെ തന്നെ ആകെ അഴുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഷട്ടിലിൻ്റെ മൂവിങ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഇത് ബാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത് കുറച്ച് പെട്രോളാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, പെട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് വൃത്തിയാക്കാൻ എടുക്കാൻ കഴിയുമേ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ പെട്രോളിൽ നമ്മളെ ബ്രഷ് മുക്കിയിട്ട് ആദ്യം തന്നെ അതിനൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വൃത്തിയാക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഷട്ടിൽ സ്മൂത്തായിട്ട് കറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് അടിനൂല് വരാതിരിക്കാൻ, അതുപോലെ തന്നെ നൂല് പൊട്ടാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിന് വളരെ സ്മൂത്തായിട്ട് കറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെച്ചമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അധികം പ്രസ് ചെയ്ത് ചവിട്ടേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നൂല് പൊട്ടുന്ന പ്രശ്നങ്ങൾ, അതേപോലെ മെഷീൻ്റെ സൗണ്ട് കുറക്കാനൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ എടുത്ത് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എടുത്ത പോലെ തന്നെ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളതിൽ സ്ക്രാച്ച് വീഴാതെ നോക്കണേ. അതേപോലെ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അടിനൂല് കയറി വരുന്ന സമയത്ത് അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഊരിയെടുക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു കാരണവശാലും സ്ക്രാച്ച് വരാൻ പാടില്ല. അതിൽ സ്ക്രാച്ച് വന്നാൽ നൂല് പൊട്ടലിൽ നിങ്ങൾക്ക് ഒരിക്കലും മാറില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ വൃത്തിക്ക് ഇതേപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാൻ ഈ കത്തി യൂസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ അതുകൊണ്ടാണ് ഊരല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അത് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ അഴുക്കുണ്ടാവും, അതും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ക്രാച്ച് വരരുത്. വളരെ പതുക്കെ ചെയ്താൽ മതി. ബ്രഷും പെട്രോളും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളെ ഷട്ടിൽ നിങ്ങൾ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ നിങ്ങളെ ഷട്ടിലിൻ്റെ വർക്കിങ്ങിലൊക്കെ മാറ്റം വരും കേട്ടോ. മെഷീൻ്റെ സൗണ്ടൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വലിയൊരു പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒരു വക്കടിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളതിന് ഉപയോഗിക്കുന്ന മെഷീനാണെങ്കിൽ നമ്മൾ മാസത്തിലൊക്കെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റുള്ള മെഷീനിലൊന്നും നമ്മൾ സ്ഥിരമായിട്ട് ഓയിൽ കയറുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. ഇത് നിങ്ങൾ മാസത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമല്ലേ ഇതിലേക്ക് നിങ്ങൾ ഓയിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും അഴുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ഒന്ന് ചെയ്യണേ. എങ്ങനെയാണ് ഇത്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്മൂത്ത്നെസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇനി അംബ്രല മെഷീൻ്റെ 1-2 വീഡിയോകൾ ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാതെ സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൽ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും.